ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വരുന്നത്. ഇന്ന് വിശേഷമുണ്ട്. കാരണം ഇന്ന് ചെറിയ പെരുന്നാൾ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എല്ലാ ജാതി മതസ്ഥരും എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തിലാണ് പോകുന്നത്. അമ്പലത്തിൽ ഉത്സവം വന്നാൽ അവരെല്ലാവരും കാണാൻ വരും. എല്ലാ ജാതിയിലുള്ളവരും കാണാൻ വരും. അതുപോലെ തന്നെ പള്ളിയിൽ പെരുന്നാൾ വന്നാൽ നമ്മൾ അവരുടെ എല്ലാത്തിലും നമ്മളും പങ്കുചേരും. അവരുടെ ആഘോഷങ്ങളിലും അവരുടെ പള്ളിയിലെ ഫുഡ്, പള്ളിയിലെ കഞ്ഞി, അതുപോലെ തന്നെ അവരുടെ എല്ലാത്തിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും നല്ല മതസൗഹാർദ്ദത്തിൽ ഇങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന ഒരു കൊച്ചു കേരളമായിട്ട് മാറിയത് നമുക്കെല്ലാവർക്കും അതിൽ അഭിമാനിക്കുക. എല്ലാ കൂട്ടുകാർക്കും. ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇടുന്നത് തീരെ ഇടുന്നില്ല, കാരണം ആരുടെ സപ്പോർട്ടില്ല. അത് കാരണമാണ് ഞാൻ ഇടാത്തത്. ഞാൻ വെറുതെ ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നെന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. എങ്കിലും എനിക്ക് വരാതിരിക്കാൻ തോന്നിയില്ല. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. ചെറിയ പെരുന്നാൾ എല്ലാവരും ആഘോഷിച്ച് കാണുമെന്നറിയാം. എല്ലാവരും ഒന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കാണും. ഞാൻ ബിരിയാണിയൊന്നും അല്ല, ഞാനിന്ന് അമ്പലത്തിൽ നിന്ന് ഫുഡാണ് കഴിച്ചത്. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്. മറ്റന്നാൾ ഭയങ്കര ഉത്സവമാണ്. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം കൂടിയാണ്. ആ അമ്പലത്തിലെ ഉത്സവമാണ് മറ്റന്നാൾ നടക്കുന്നത്. അങ്ങനെ ഉത്സവത്തിൻ്റെ തലേന്നൊക്കെ ഭയങ്കര പരിപാടിയാണ്. താലപ്പൊലിയും പിന്നെ ഈ ഘോഷയാത്രയും അതെല്ലാം കാണും. പിന്നെ പരിപാടി കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡാൻസ് നടന്നപ്പോഴത്തേനും ഞങ്ങളിങ്ങി പോരുന്നു. കാരണം താലപ്പൊലിക്ക് പങ്കെടുത്ത കൊച്ചു കൂട്ടുകാർക്കെല്ലാം സമ്മാനദാനം ഉണ്ടായിരുന്നു. അതിനൊരുപാട് സമയം അങ്ങ് പോയി. ഇതെല്ലാം കൈകൊട്ടിക്കളിക്കും കുറേ സമയം പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഡാൻസ് തുടങ്ങിയപ്പോൾ 9:30 കഴിഞ്ഞ് 9:40 അപ്പോഴത്തേനും നമ്മളൊക്കെ റെസ്റ്റ്ലെസ്സായി. കാരണം വൈകിട്ട് വിളക്ക് കാണാനായിട്ടാണ് പോയത്. 7 മണിയായപ്പോഴത്തേനാണ് പോയത്. അതും കഴിഞ്ഞ് ഇപ്പോൾ സമയം എത്രയായി? ഇപ്പം 10:30 മണിയായി. ഇപ്പം ഞാൻ ഇങ്ങോട്ട് അമ്പലത്തിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പുറത്തെ ചേച്ചി ഞാനും കൂടെ കണ്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത്, തൊട്ടപ്പുറത്തെ വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് കൂട്ടുകൊണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു കുടുംബകാര്യങ്ങളും എല്ലാം പറഞ്ഞ് മക്കളെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പരസ്പരം സന്തോഷമായിട്ടിങ്ങനെ നടന്നിങ്ങനെ വന്ന്. ചേച്ചിക്ക് കഥകളി കാണുന്നതാണ് ഇഷ്ടം, എനിക്ക് ഓട്ടം തുള്ളൽ കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചേച്ചിയുടെ പരിപാടിയാണ് നാളെ. അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വന്ന് ഭയങ്കര ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ പരിപാടികളാണ് ഇഷ്ടം. ഓട്ടം തുള്ളൽ പകലൊക്കെ ആയിരിക്കും, ചിലപ്പം വൈകിട്ട് 4 മണിക്കും, ചിലപ്പം രാവിലെ 10 മണിക്കുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിന് അവസരം മിക്കവാറും കിട്ടത്തില്ല. ഇപ്പോൾ അടുത്തിടയ്ക്ക് കഴിഞ്ഞ വർഷം ഞാൻ 2 കണ്ടായിരുന്നു. പിന്നെ അന്നേരം അങ്ങനെ ഉത്സവമൊക്കെ ഏതാണ്ട് തീരാറായി. ഇനി 2 ദിവസം കൂടെ ഉള്ളു. നാളെ തലേന്നാണ്. ഭയങ്കരമാണ്. കുതിരയെല്ലാം കെട്ടി അവിടെ വെച്ചേക്കുന്നത്. അങ്ങനെ അങ്ങ് റോഡിൽ ആ മാടനട ഉണ്ടല്ലോ, അവിടെ നിന്ന് വിശേഷമായിരുന്നു. ഭയങ്കര പൂജയും നല്ല പാൽപ്പായസ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഭരണിക്കാവിൽ തൊഴുതിട്ട് അവിടെ വൈകിട്ട് പായസവും ചോറും എല്ലാം ഉണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ നടന്ന് ഞങ്ങൾ റോഡിൽ ആ കൊച്ച് മാടൻ ക്ഷേത്രത്തിൽ കയറി തൊഴുത് പാൽപ്പായസം വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ ഹാപ്പിയായിട്ട് കുതിരകളെല്ലാം അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അതെല്ലാം പണി തീർന്ന് വെച്ചിരിക്കുന്നു. സാധാരണ തലേന്നൊന്നും ഇങ്ങനെ മൊത്തം പണിയൊന്നും കഴിയത്തില്ല. പക്ഷേ എല്ലാം പെർഫെക്റ്റായിട്ട് പണിത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ കുതിരയുടെ പടം എടുത്തില്ല. ഇനി അതിൻ്റെ ഒരു സസ്പെൻസ് കളയണ്ട. കുതിരയെടുപ്പിൻ്റെ അന്ന് കാണാം. ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തോളായിരുന്നു. അങ്ങനെ 4. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കൊച്ചു വന്ന്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളതാണ്. അവർ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ രാവിലെ മിക്ക ദിവസവും വൈകിട്ടും രാവിലെയും കാണും. അങ്ങനെ കൂട്ടാം. അപ്പോൾ ഞങ്ങൾ ഈ കുതിരകൾ 5 ഇരിക്കുന്നിടത്ത് പോയി അതൊക്കെ കണ്ട് കുറേ കൈകൊട്ടിക്കളിയൊക്കെ കണ്ട്. ഇപ്പോൾ അതാണല്ലോ എല്ലായിടത്തും താരം അല്ലെങ്കിൽ തരംഗമായി മാറിയിരിക്കുന്നത്, കൈകൊട്ടിക്കളിയാണ്. അത് കൊള്ളായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് തുടങ്ങിയപ്പോഴത്തേനും ഇനി പോരുന്നു. മാത്രമല്ല ചെണ്ടമേളം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കസേര സംഘടിപ്പിച്ച് അതിലങ്ങ് ഇരിപ്പായി. അത് കാരണം ചെണ്ടമേളം കേൾക്കാനായിട്ട് പോയില്ല. ഡാൻസ് കാണാനുള്ള ഉദ്ദേശത്തിലാണ്
കസേര ഒക്കെ പിടിച്ചവിടെ ഇട്ടിരുന്നത്. പക്ഷേ ഒന്നും കണ്ടില്ല സത്യത്തിൽ. കൈകൊട്ടി കളിയൊക്കെ ഭയങ്കര പൊടിയെ ഇറക്കുന്ന കാരണം ദൂരോട്ടിരുന്നുകൊണ്ടൊന്നും കണ്ടില്ല. പിന്നെ കണ്ടതൊക്കെ കണ്ട്, കേട്ടതൊക്കെ കേട്ട്, കുറേ കൂട്ടുകാരെയും ആളുകളെയൊക്കെ കണ്ട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഹാപ്പിയായിട്ട് ഇനി വീട്ടിലെത്തിതാ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഫുഡും അവിടുന്ന് കഴിച്ച് ഇനി നാളെ ജോലിക്ക് വർക്കിംഗ് ഡേ ആണ്. പെരുന്നാൾ ഇന്നായതുകൊണ്ട് അവധിയൊന്നുമില്ല. അതുകൊണ്ട് നാളെ പോകണം. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളാരും ഞാൻ ഇപ്പോൾ ഇടാത്തതിൽ ഒരു വിഷമം ആർക്കുമില്ല. ആരും എങ്കിലും എൻ്റെ വീഡിയോസൊന്നും കാണാത്തതിലുള്ള ഖേദം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്. നമ്മളെയൊന്നും ആർക്കും വേണ്ടെന്നേ. എന്നാലും വല്ലപ്പോഴും നമ്മൾ വന്ന് മുഖം കാണിക്കും. കാരണം ഇതൊക്കെ തുടങ്ങിപ്പോയത് പിന്നെ അങ്ങ് ഇപ്പം തന്നെ അങ്ങ് ഡൗൺ ആവും. നമ്മൾ ഇത് വീഡിയോ ഇടാതിരിക്കുകയാണെങ്കിൽ എന്നാലും ഞാൻ വന്ന് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്. കൂടുതൽ ഇനി പറഞ്ഞ് ഒന്നും പറയുന്നില്ല. ഓക്കേ.